ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് രക്ഷിതാവും നാഥനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, എനിക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുന്ന കർത്താവ്. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 9 അവർ കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ടെലിവിഷൻ ശുശ്രൂഷയുടെ മുമ്പിലിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും അനേകരുടെ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞങ്ങളുടെ കുടുംബം അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ടെലിവിഷൻ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ദൈവവചന ശുശ്രൂഷയുടെ സ്ഥിരം പ്രേക്ഷകരാണ്. ഞങ്ങൾക്ക് ദൈവം നൽകിയ ഒരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് കാലങ്ങളായി ഭക്ഷണം കഴിക്കാൻ കഠിന പ്രയാസമായിരുന്നു ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നത്. ഭക്ഷണം കാണുന്നത് തന്നെ വിഷമമായിരുന്നു. ഭക്ഷണം അകത്ത് പ്രവേശിച്ചാൽ പുറത്തേക്കും അകത്തേക്കും പോകാതെ കടന്ന് ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമായിരുന്നു ഞങ്ങളുടേത്. പല ഡോക്ടർമാരെയും കാണിച്ചു. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് നിങ്ങളൊരു സാധാരണ മനുഷ്യനാണെന്നും നിങ്ങൾക്ക് മെഡിക്കൽ സയൻസ് അനുസരിച്ച് യാതൊരു രോഗവുമില്ലെന്നും അവർ പറഞ്ഞു. എന്നാൽ ഭക്ഷണം കഴിച്ചാൽ അത് പുറത്തേക്കോ അകത്തേക്കോ പോകാതെ കടന്ന് വിമ്മിഷ്ടപ്പെടുന്നൊരു സാഹചര്യമായിരുന്നു ഞങ്ങളുടേത്. ആ അവസരത്തിലാണ് ഈ ടെലിവിഷനിലൂടെയുള്ള വചന ശുശ്രൂഷ ഞങ്ങൾ പരിചയപ്പെട്ടത്. ഞങ്ങൾ ടെലിവിഷനിലൂടെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അനേകം വ്യക്തികളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് ഞങ്ങൾ കേൾക്കുകയും ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ഞങ്ങൾ സാക്ഷ്യം നേർന്നു. ഞങ്ങളുടെ ഈ രോഗം മാറിയാൽ യേശുക്രിസ്തുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേർന്നു. അന്ന് ഞങ്ങൾ കണ്ണുനീരോടെ ഈശോയുടെ സന്നിധി പ്രാർത്ഥിച്ചു. അന്നോടത്തോടുകൂടെ ഞങ്ങളുടെ രോഗം ഞങ്ങൾ വിട്ടുപോയി. പിന്നീട് ഭക്ഷണം കഴിക്കാനോ ഭക്ഷണം കഴിച്ചതിന് ശേഷം ദഹിക്കാനോ ഞങ്ങൾക്ക് യാതൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഉദരപീഡകൾക്ക് പിന്നീട് ഒരു ട്രീറ്റ്മെൻറ്റും ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് യേശുക്രിസ്തുവിന്റെ നാമത്തിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരങ്ങൾ ഉയർത്തി ഇതാ ദൈവം സന്നിഹിതമാകുന്ന ഈ അത്ഭുത മണിക്കൂറിൽ സ്വർഗത്തിൻ്റെ വലിയ ഇടപെടലിന് വേണ്ടി ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. 65 സങ്കീർത്തനത്തിൽ 1, 2 തിരുലിഖിതങ്ങൾ, സിയോനിൽ വസിക്കുന്ന കർത്താവ് സ്തുത്യർഹനാണ്. ദൈവമേ, മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങൾ അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു. ഓ ദൈവമേ, ഞങ്ങൾ രോഗങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ, തകർച്ചകൾക്ക് അടിമപ്പെടുമ്പോൾ, ദുഃഖങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ, കഷ്ടങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്ന ദൈവമാണ്. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് മരണത്തിൽ നിന്ന് മോചനം നൽകുന്നത്. 68 സങ്കീർത്തനത്തിൽ 20 തിരുലിഖിതം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്വർഗത്തിൻ്റെ അത്യത്ഭുതകരമായ അഭിഷേകം അഗ്നിപ്രവാഹമായി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, ഈ കുടുംബങ്ങൾ ഈ ദൈവമക്കളെ പീഡിപ്പിക്കുകയും ഇവരുടെ പരാജയമാകരുത് നിലയുറപ്പിച്ചിരിക്കുന്ന എല്ലാ തരത്തിലുള്ള നാരകീയ സേനകളെയും ദുരാത്മവ്യൂഹങ്ങളെയും നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ദുർബോധങ്ങളെ, അന്ധകാര ശക്തികളെ, കുടുംബങ്ങളെയും വ്യക്തികളെയും സ്ഥാപനങ്ങളെയും വിട്ടൊഴിഞ്ഞ് വിട്ടൊഴിഞ്ഞ് വിട്ടൊഴിഞ്ഞു പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ദൈവം നമ്മുടെ ഭക്ഷണ കാര്യത്തെ കരുതുന്നുണ്ട്. എനിക്ക് വിശപ്പില്ലെങ്കിൽ, ഞാൻ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കിട്ടാത്തൊരു സാഹചര്യമാണെങ്കിൽ, ആരും ഭക്ഷണം തരാൻ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ, ഇതോരോന്നും ഓരോന്നും ഓരോ പർട്ടിക്കുലർ സിറ്റുവേഷൻ ദൈവം പ്രത്യേകമായി നോക്കുന്നുണ്ട്. ദൈവം പ്രത്യേകമായി നോക്കുന്നുണ്ട്. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 9 അധ്യായത്തിൽ 28 തിരുലിഖിതത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവിടുത്തെ കണ്ണുകൾ നിങ്ങളുടെ മേലുണ്ട്. ഹല്ലേലൂയ. അവിടുത്തെ കണ്ണുകൾ നിങ്ങളുടെ മേലുണ്ട്.
139 സങ്കീർത്തനത്തിലും നമ്മൾ ഇതുപോലെ വായിക്കുന്നുണ്ട്. 139 സങ്കീർത്തനത്തിൽ 5-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, മുമ്പിലും പിമ്പിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്, ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. മുമ്പിലും പിമ്പിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്, ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. ഞാൻ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ അതെൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകൾ, അതെൻ്റെ ദൈവം അത് അറിയുന്നുണ്ട്. എൻ്റെ വയറ് വേദനിച്ച് വിശന്നാൽ എൻ്റെ ദൈവം അത് അറിയുന്നുണ്ട്. എൻ്റെ വിശപ്പിന് വേണ്ടി ഞാൻ അധ്വാനിക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നു എന്നുള്ളത് വിശുദ്ധ ലിഖിതങ്ങളിലെ ഒരു പ്രമേയമാണ്. ഞാനും നിങ്ങളും കണ്ടമാനം തകരണ്ട, ഞാനും നിങ്ങളും കണ്ടമാനം അതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകണ്ട. എൻ്റെയും നിങ്ങളുടെയും ശരീരത്തെ വേദനിപ്പിക്കുന്നതിനേക്കാൾ ക്ഷീണിപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ മനസ്സിൽ ദൈവം ആദ്യം ആ വേദന ഏറ്റെടുക്കുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. ദാനിയേലിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം, അതിൽ 33 മുതലുള്ള തിരുലിഖിതങ്ങൾ. ഇതാ, അങ്ങ് ബാബിലോൺ ദേശത്ത് ഒരു സിംഹക്കുഴിയിൽ ദാനിയേൽ കിടക്കുകയാണ്. ദിവസം ഭക്ഷണം കിട്ടുന്നില്ല, സമയത്ത് ഭക്ഷണം കൊടുക്കുന്നില്ല. ഇദ്ദേഹത്തെ കഠിനമായി വെറുപ്പോടെ സിംഹക്കുഴിയിലേക്ക് ബാബിലോണിയർ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. സിംഹക്കുഴിയുടെ നടുവിൽ ദാനിയേൽ അങ്ങനെ ഏകനായി, ആരുമില്ലാതെ, ഒരു കാര്യത്തിനും ആരും ശ്രദ്ധിക്കാനില്ലാതെ അദ്ദേഹം ജീവിതത്തിൽ തികച്ചും പരിത്യക്തനായി കിടക്കുകയാണ്. ഒരാളും സഹായത്തിനില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാനിയേലിന്റെ ഉദരത്തിന് വിശപ്പറിഞ്ഞ ദൈവം ദാനിയേലിന് വേണ്ടി ഇടപെടാൻ ഇറങ്ങി വന്നു. ഇതാ, യൂദയാ നാട്ടിൽ ഒരാൾ കുറച്ച് പൊടിച്ച മാവും അപ്പവും ഒക്കെ ആയിട്ട് ഒരു പാത്രത്തിലാക്കി അങ്ങനെ പാടത്തേക്ക് പോവുകയാണ്. ആ ഹബക്കുക്കിന്റെ മുടിക്കുത്തിന് പിടിച്ച് ഇതാ ദൈവം ദാനിയേലിന്റെ സിംഹക്കുഴിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് നമ്മൾ വായിക്കുന്നത് ദാനിയേലിന്റെ പുസ്തകം 14-ാം അധ്യായം 33 മുതലുള്ള വാക്യങ്ങളിലാണ്. അക്കാലത്ത് ഹബക്കുക്ക് പ്രവാചകൻ യൂദയായിലുണ്ടായിരുന്നു. അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ ഹബക്കുക്കിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. ഹബക്കുക്ക് പറഞ്ഞു, പ്രഭോ, ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ പോയി ആ സിംഹക്കുഴി കണ്ടുപിടിച്ച് കൊടുക്കും? വായുവേഗത്തിൽ ദൈവദൂതൻ ഹബക്കുക്കിനെ മുടിക്കുത്തിന് പിടിച്ച് ബാബിലോണിലെ സിംഹക്കുഴിയിൽ ഇറക്കി. ഉടനെ ഈ ഹബക്കുക്ക് ദാനിയേലിനോട് എന്താ പറയണത്? ദാനിയേലിന്റെ പുസ്തകം 14-ാം അധ്യായം 37 തിരുലിഖിതങ്ങൾ. ഹബക്കുക്ക് വിളിച്ചു പറഞ്ഞു, ദാനിയേൽ, ദാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. നോക്ക്, പച്ചയായ ഒരു ജീവിത യാഥാർത്ഥ്യത്തിൽ ദൈവം അനുസ്മരിച്ചതിൽ കണ്ണു നിറയെ സന്തോഷിച്ച് ദാനിയേൽ പറയുകയാണ്, ഓ ദൈവമേ, അങ്ങ് എന്നെ ഓർത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ മറ്റൊരു രംഗം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 17-ഉം 19-ഉം അധ്യായങ്ങളിലാണ് നമ്മളത് കാണുന്നത്. അവിടെ ഏലിയ എന്ന് പറയുന്നൊരു പ്രവാചകനെ ദൈവം അയക്കുകയാണ്. ദൈവം ഏലിയയുടെ അടുത്ത് വന്നു. ദൈവം ഏലിയായോട് കൽപ്പിക്കുകയാണ്. രാജാക്കന്മാർ 1-ാം പുസ്തകം 17-ാം അധ്യായം അതിൽ 4-ാമത്തെ വാക്യം. ഏലിയായോട് കർത്താവ് പറഞ്ഞു, നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെരീത്ത് അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കുക. നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം. ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് വെള്ളവും ഭക്ഷണവും ഞാൻ കരുതിയിട്ടുണ്ട്. നിനക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരാൻ കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഏലിയായ ഒരു ദേശത്തേക്ക് അയക്കുമ്പോൾ ഈ ഏലിയ ഭക്ഷണത്തിനെ വെള്ളത്തിനെ കാര്യം ദൈവസന്നിധിയിൽ അനുസ്മരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇതാ ദൈവം ഏലിയായ്ക്ക് വേണ്ടി ഭക്ഷണവും വെള്ളവും കരുതുകയാണ്. വീണ്ടും രാജാക്കന്മാർ 1-ാം പുസ്തകം 17-ാം അധ്യായം അതിൽ 8 മുതലുള്ള വാക്യങ്ങൾ. ദൈവം വീണ്ടും ഏലിയായോട് പറയുകയാണ്, നീ സീദോനിലെ സറാഫാത്തിൽ പോയി വസിക്കുക. അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്.
നമുക്ക് ദൈവം പ്രവാചകനെ ഒരു സ്ഥലത്തേക്ക് വയ്ക്കുമ്പോൾ ആദ്യം അവിടെ അദ്ദേഹത്തിനുള്ള ഭക്ഷണം ആദ്യം തന്നെ ചെന്ന് കരുതും. അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. എത്രയോ പേഴ്സണലായി ശ്രദ്ധിക്കുന്ന ദൈവം, എത്രയോ പേഴ്സണലായി നമ്മളെ കെയർ ചെയ്യുന്ന ദൈവം, നമ്മുടെ ഓരോ കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. വിശന്നാൽ അവിടെ ഭക്ഷണം എനിക്ക് വേണ്ടി കരുതുന്ന ദൈവം, ദാഹിച്ചാൽ കുടിക്കാൻ എനിക്ക് വേണ്ടി വെള്ളം കരുതുന്ന ദൈവം. ഞാനും നിങ്ങളും ഇതിനു വേണ്ടി തല പുകയേണ്ട. എനിക്ക് നിങ്ങൾക്കും വേണ്ടി ദൈവം ഈ ലോകത്ത് ഒരു ദൗത്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് സുവിശേഷങ്ങൾ വായിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം നിങ്ങൾക്ക് ചേർത്ത് തരും, ദൈവം നിങ്ങൾ കൂട്ടി യോജിപ്പിച്ച് തരും എന്ന് ഈശോ പഠിപ്പിച്ചു. എന്നിട്ട് ഈശോ പറഞ്ഞു, ഉത്കണ്ഠ വേണ്ട, ഉത്കണ്ഠ വേണ്ട. കർത്താവ് പഠിപ്പിച്ചിരിക്കുകയാണ്. രാജാക്കന്മാർ 1-ാം പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായം ഇതാ ദൈവം വീണ്ടും ഏലിയായുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. അങ്ങനെ സെറഫാത്തിലെ വിധവയുടെ അവിടുത്തെ വാസന ശേഷം ഏലിയ മുന്നോട്ട് നീങ്ങുകയാണ്. വലിയ വലിയ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ബാലിൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെ ബാൽദേവൻ്റെ ആ കള്ളത്തരങ്ങളെല്ലാം ഏലിയയുടെ പ്രവർത്തനത്തിലൂടെ രാജാവിന് വെളിപ്പെടുകയാണ്. അങ്ങനെ ഏലിയ പ്രശസ്തി കൊടുമുടി നിൽക്കുമ്പോൾ ഇതാ വലിയൊരു ഭീഷണി ഉയരുകയാണ്. ഈ ബാൽദേവനെയും പ്രവാചകന്മാരെല്ലാം നാറ്റിച്ച ഈ ഏലിയായോട് പകരം വീട്ടുമെന്ന് ആഹാബ് രാജാവിൻ്റെ രാജ്ഞി ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ്. നാളെ ഈ സമയത്തിന് മുമ്പ് അവൻ്റെ തല ഞാൻ വെട്ടിമാറ്റുമെന്ന് ജെസബൽ രാജ്ഞി പ്രഖ്യാപിക്കുകയാണ്. ഇതറിഞ്ഞ് ഏലിയ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി. പ്രാണഭയം കൊണ്ട് അദ്ദേഹം ആ ദേശം വിട്ട് ഓടിപ്പോയി. അങ്ങനെ ഓടി അദ്ദേഹം തളർന്നു. ഒരു മുൾച്ചെടിയുടെ തണലിലിരുന്നു. അവിടെ ഇരുന്ന് ഏലിയ പ്രാർത്ഥിക്കുകയാണ്, ഓ ദൈവമേ, മതി, എൻ്റെ പ്രാണൻ സ്വീകരിച്ചാലും. രാജാക്കന്മാർ 1-ാം പുസ്തകം 19-ാം അധ്യായം അതിൽ 4-ാമത്തെ തിരുലിഖിതം. ദൈവമേ, മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും. ജീവിതം മടുത്ത്, എല്ലാം മടുത്ത്, ശരീരം തളർന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. തുടർന്ന് 5-ാമത്തെ വാക്യം, അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി, എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലക്കിലിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, ചിന്തിച്ചു നോക്കുക. ഏലിയായുടെ അപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യമാണ് തളർന്നിരിക്കുന്ന ശരീരത്തിന് ഒരു തുള്ളി വെള്ളം, ഒരു അല്പം ഭക്ഷണം, ഒരു പിടി ഭക്ഷണം. ഏലിയ തളർന്ന് അങ്ങനെ അവശനായി കിടക്കുകയാണ്. അവൻ ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ അങ്ങനെ റിക്വസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അവനങ്ങ് തളർന്ന് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ദൈവം തന്നെ ദൂതനെ വിട്ടു. ഒരമ്മ തൻ്റെ കുട്ടിയെ നോക്കുന്നത് പോലെ ദൈവം നോക്കുകയാണ്. ദൂതനെ വിട്ടു. അവനെ ഏലിയായെ ഉറക്കത്തിൽ തട്ടി എഴുന്നേൽപ്പിച്ച് എന്നിട്ട് ഏലിയായോട് പറഞ്ഞു, ഏലിയ നീ എഴുന്നേറ്റ് ഭക്ഷിക്കുക. ഏലിയ എഴുന്നേറ്റ് നോക്കുമ്പോൾ തലയ്ക്കരികെ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം, മറ്റൊരു പാത്രത്തിൽ ഭക്ഷണം, അപ്പം ദൈവം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിൻ്റെ ആരോഗ്യം, എൻ്റെയും നിങ്ങളുടെയും ഉദരത്തിൻ്റെ വിശപ്പ് ഞാനും നിങ്ങൾ കെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി നമ്മുടെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഉദരത്തിൻ്റെ വിശപ്പ്, ദാഹം, ഈ ശരീരത്തിൻ്റെ ക്ഷീണം, ഇത് എൻ്റെയും നിങ്ങളെ ദൈവം നോക്കുന്നുണ്ട്. എൻ്റെ ക്ഷീണം എൻ്റെ ദൈവം അറിയുന്നുണ്ട്. എൻ്റെ വിശപ്പ് എൻ്റെ ദൈവം അറിയുന്നുണ്ട്. എൻ്റെ വേദന, എൻ്റെ ദാഹം എൻ്റെ ദൈവം അറിയുന്നുണ്ട്. ഈ ശരീരത്തിൻ്റെ വിശപ്പിലും ദാഹത്തിലും ക്ഷീണത്തിലും ശ്രദ്ധയുള്ളവനാണ് നമ്മുടെ ദൈവമായ കർത്താവ്. ഇതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം, അവിടെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ രാത്രി മുഴുവനും തിബേരിയാസ് കടലിൽ മീൻ പിടിക്കാൻ വേണ്ടി ചത്ത് പണിയെടുക്കുകയാണ്. ഒരുപാട് കാലങ്ങളായി മീൻപിടുത്തമെല്ലാം ഉപേക്ഷിച്ചിട്ട്. പിന്നെ അവർ കുറച്ച് പ്രത്യേക സാഹചര്യത്തിൽ വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി കടലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് വേണ്ടതുപോലെ മീൻ കിട്ടുന്നില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടുന്നില്ല. അവർ ആ രാത്രി മുഴുവൻ ചത്ത് പണിയെടുത്ത് വിശന്ന് എല്ലിനോടൊട്ടിയ വയറുമായി ഇതാ പ്രഭാതത്തിൽ അവരെ യേശുക്രിസ്തു അഭിമുഖീകരിക്കുകയാണ്. യേശുക്രിസ്തു അവരെ വിളിച്ചു, കുഞ്ഞുങ്ങളെ. അവർക്ക് യേശുവിൻ്റെ സ്വരം മനസ്സിലായി. അവർ യേശുവിൻ്റെ അരികിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോൾ കരയ്ക്ക് വന്നപ്പോൾ അവരെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിലുണ്ട്. ഒരു നല്ല അമ്മയെപ്പോലെ,
നല്ലൊരമ്മയെ പോലെ, തൻ്റെ കുഞ്ഞുങ്ങളെ നന്നായി സ്നേഹിച്ച് ഭക്ഷണം കൊടുക്കുന്ന ഒരു അമ്മയെ പോലെ കടൽ തീരത്ത് ഈശോ ഇരിക്കുകയാണ്. 21-9 വാക്യം. കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മീനുകൾ കൊണ്ടുവരിക, അതും കൂടെ അവർക്ക് വേണ്ടി വേവിച്ച് പാകപ്പെടുത്തി കൊടുക്കാൻ ഈശോ നല്ലൊരു പരിചാരകനെ പോലെ, ഒരു നല്ലൊരു വീട്ടമ്മയെ പോലെ ഈശോ അവരെ പരിചരിക്കുകയാണ്. അവരുടെ വിശപ്പറിയുന്ന ഈശോ, അവരുടെ ശരീരത്തിന് ക്ഷീണം അറിയുന്ന ഈശോ, അവരുടെ ശരീരത്തിന് ദാഹം അറിയുന്ന ഈശോ അവർക്ക് വേണ്ടി ഭക്ഷണവും വെള്ളവും ക്ഷീണം മാറ്റാനുള്ള വകകളും ഒരുക്കി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ഒരുക്കുന്ന ദൈവം, ക്ഷീണം അറിയുന്ന ദൈവം, ഇതിനെക്കുറിച്ച് സങ്കീർത്തന പുസ്തകത്തിൽ 115 സങ്കീർത്തനത്തിൽ 12 വാക്യം, സങ്കീർത്തനം 115:12 വചനം പഠിപ്പിക്കുന്നു, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. സങ്കീർത്തനം 115:12 കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. സങ്കീർത്തനം 27 വാക്യം, അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. ഈ ലോകത്തിൽ ആരും ഭക്ഷണം തരാനില്ലെങ്കിലും, ഈ ലോകത്തിൽ ആരും നമ്മുടെ ക്ഷീണം പരിഗണിക്കുന്നില്ലെങ്കിലും, നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ ആരും ഗവനിക്കുന്നില്ലെങ്കിലും, തളർന്ന് പണിയെടുത്ത് തളരുന്നൊരു സാഹചര്യമാണെങ്കിലും, മകനെ മകളെ, അവിടെ നിന്റെ ശരീരത്തിന് ക്ഷീണം അറിയുന്നൊരു ദൈവമുണ്ട്, നിന്റെ ശരീരത്തിന് വിശപ്പറിയുന്ന ദൈവമുണ്ട്. നീ ഈ ചത്ത് പണിയെടുക്കണ നിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുക്കുന്നത് മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട്. സങ്കീർത്തന പുസ്തകം പഠിപ്പിക്കുകയാണ്, അവിടുന്ന് നിന്റെ കണ്ണുകളിലൂടെ ഒഴുകിയ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. അവിടുത്തെ ഗ്രന്ഥത്തിൽ അതെല്ലാം എഴുതി അവിടുന്ന് കൃത്യമായി ഓർത്തിരിക്കുകയാണ്. ഞാനും നിങ്ങളും കഷ്ടപ്പെടുന്നതിന്, ഞാനും നിങ്ങളും കണ്ണുനീരൊഴുക്കുന്നതിന്, ഞാനും നിങ്ങളും വിശപ്പും ദാഹവും സഹിക്കുന്നതിന്, ഞാനും നിങ്ങളും ഈ ശരീരത്തിൽ വേദനയും ക്ഷീണവും ഏറ്റെടുക്കുന്നതിന്, അതിന് ദൈവസന്നിധി പ്രതിഫലമുണ്ട്. ദൈവം അത് കാണുന്നുണ്ട്, ദൈവം അത് അറിയുന്നുണ്ട്. അവിടുത്തെ ഗ്രന്ഥത്തിൽ അവയുണ്ട്, അവിടുന്ന് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും, അവിടുന്ന് എന്നെ ശ്രദ്ധിക്കുക തന്നെ ചെയ്യും. എനിക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കും. അപ്പം ഒരുക്കുന്ന ദൈവം, ക്ഷീണം അറിയുന്ന ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. സക്കറിയ പ്രവാചകൻ ഗ്രന്ഥത്തിൽ ഇതിനെ ആസ്പദമാക്കി ദൈവം നമുക്ക് നൽകിയ വെളിപ്പെടുത്തലാണ്, അവിടുത്തെ കണ്ണുകൾ നിങ്ങളുടെ മേലുണ്ട്, അവിടുത്തെ കണ്ണുകൾ നിങ്ങളുടെ മേലുണ്ട്. സക്കറിയ പ്രവാചന പുസ്തകം 9 അധ്യായത്തിൽ നാം അത് വായിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് 2 കണ്ണുകളും അടയ്ക്കാം, 2 കരങ്ങളും മാറോട് ചേർത്ത് വെക്കാം. എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ പാപത്തിലാണെങ്കിലും, രോഗത്തിലാണെങ്കിലും, ഒരുപാട് തകർന്ന അവസ്ഥയാണെങ്കിലും, കടബാധ്യതയിൽ കടന്ന് ഞെരുങ്ങുന്നൊരു സാഹചര്യമാണെങ്കിലും, ജോലി സ്ഥലത്ത് എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലെങ്കിലും, ഒരു കഴുതയെ പോലെ ചത്ത് പണിയെടുത്ത് രാവിലെ മുതൽ പകലന്തിയോളം ചത്ത് പണിയെടുത്ത് എന്നിട്ടും എപ്പോഴും കുത്തുവാക്ക് കേൾക്കുന്നൊരു സാഹചര്യമാണെങ്കിലും, വിശപ്പും ദാഹവും സഹിച്ച് വേദന കൊണ്ട് നിറഞ്ഞ് ജീവിതത്തിൽ പരിത്യക്തമായി ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, മകനെ മകളെ, ഇതെല്ലാം മനസ്സിലാക്കി അതെല്ലാം കൃത്യമായി ഓർത്തിരുന്ന് പ്രതിഫലം നൽകുന്നൊരു ദൈവമുണ്ട്, ഭക്ഷണം ഒരുക്കുന്നൊരു ദൈവമുണ്ട്, പാനീയം ഒരുക്കുന്നൊരു ദൈവമുണ്ട്, എൻ്റെ ക്ഷീണം അറിഞ്ഞ് എന്നെ പരിചരിക്കുന്നൊരു ദൈവം ബൈബിളിലുണ്ട്. കരങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് ഉയർത്തട്ടെ. ഈ ജീവിതത്തിൽ ഒരുപാട് മടുത്തു, ഈ ജീവിതത്തിൽ ഒരുപാട് തളർന്നു, ഈ ജീവിതത്തിൽ ഒരുപാട് ക്ഷീണിച്ചു, ഒരുപാട് ഒറ്റപ്പെട്ടു എങ്കിൽ ആശ്വസിപ്പിക്കുന്നവനായ കർത്താവുണ്ട്. കരങ്ങൾ ഉയർത്തുക. ഈ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ, ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം അതവിടുന്ന് എനിക്കായി കരുതിയിട്ടുണ്ട്, എനിക്കായി നിശ്ചയിച്ചിട്ടുണ്ട്. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, മറക്കാത്ത ദൈവമേ, മറക്കാത്ത ദൈവമേ, ആരാധിക്കുന്ന കർത്താവേ, എൻ്റെ ക്ഷീണത്തിൽ എന്നെ ഓർക്കുന്ന ദൈവമേ, ആരാധിക്കുന്ന കർത്താവേ. ഓ ദൈവമേ, ദാനിയേലിനെ സിംഹക്കുഴിയിൽ വിശന്ന് കിടന്ന ദാനിയേലിനെ ഓർത്ത കർത്താവേ, ഏലിയായ്ക്ക് വേണ്ടി അപ്പവും വെള്ളം ഒരുക്കിയ കർത്താവേ, സ്ത്രീകന്മാർക്ക് വേണ്ടി കടൽക്കരയിൽ മീനും അപ്പം ഒരുക്കി വെച്ച കർത്താവേ, ഇന്നും എനിക്ക് വേണ്ടി ഇതേ സ്വഭാവം, ഇതേ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ദൈവമേ, ആരാധിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
തിരുവോസ്തിയേ സ്നേഹകൂദാശയേ ആത്മാവിലണയാത്ത തിരിനാളമേ അകലാതെ നീ എൻ്റെ അകതാരിൽ വരണേ നിത്യമാം ജീവന്റെ വഴിയാകണേ തിരുവോസ്തിയേ സ്നേഹകൂദാശയേ ആത്മാവിലണയാത്ത തിരിനാളമേ അകലാതെ നീ എൻ്റെ അകതാരിൽ വരണേ നിത്യമാം ജീവന്റെ വഴിയാകണേ തിരുവോസ്തിയേ സ്നേഹകൂദാശയേ ആത്മാവിലണയാത്ത തിരിനാളമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ തരത്തിലുള്ള വ്യക്തിപരമായ തകർച്ചകളിലേക്ക് ദൈവമായ കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 18-19 തിരുലിഖിതങ്ങൾ. അവൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. 2 കരങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. ഹൃദയത്തിൽ വലിയ സ്നേഹത്തോടെ നിറഞ്ഞ മനസ്സോടെ കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കിടപ്പ് രോഗികളിലേക്ക് ഞങ്ങളുടെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, ആത്മീയ മണ്ഡലത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്ന ഓരോ ആത്മാവുകളിലേക്ക് ഞങ്ങളുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഹൃദയങ്ങളിൽ നിന്നും മനസ്സിൽ നിന്നും ആത്മാവിൻ്റെ മണ്ഡലങ്ങളിൽ നിന്നുള്ള ചങ്ങലകൾ മുറിഞ്ഞു മാറട്ടെ കർത്താവേ. അങ്ങയുടെ ശരീരത്തിൽ നിന്ന് അത്ഭുത ശക്തി വ്യാപരിച്ച് ഇപ്പോൾ മാറാ രോഗങ്ങളും തീരാവ്യാധികളും പകർച്ചവ്യാധികളും കുടുംബങ്ങളിൽ നിന്നും വ്യക്തി ജീവിതങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞ് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എഴുന്നേൽക്കാൻ നിവൃത്തിയില്ലാതെ വിധം കിടപ്പ് രോഗികളായി കിടക്കയിലും കസേരകളിലും ഇരിക്കുകയും ചെയ്യുന്ന ഓരോ രോഗികളിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ തരത്തിലും അന്ധകാര കോട്ടകളും തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് സിബി ജോർജ്, വീട്ടുംപേര് മടത്തിപ്പറമ്പിൽ, എറണാകുളം ചേരാനല്ലൂർ സ്വദേശിയാണ് ഞാൻ. എനിക്ക് 3 വയസ്സിട്ടുള്ള രോഗമാണ് ദശവളർച്ച. എവിടെയാണ് ദശ വളരുന്നത്? തലയുടെ ഉള്ളിൽ, ചെവിയുടെ ഉൾഭാഗത്താ. 3 വയസ്സ് മുതൽ ഈ കുഞ്ഞിന്റെ ചെവിയുടെ ഉള്ളിൽ തലയുടെ ഉൾഭാഗത്തായിട്ട് ദശ വളരുന്ന രോഗമാണ്. 3 വയസ്സ് മുതൽ തുടങ്ങിയ രോഗം എവിടെയാണ്? എൻ്റെ കൂടെ 3 ഓപ്പറേഷൻ എനിക്ക് കഴിഞ്ഞു ചെറുപ്പത്തിൽ തന്നെ. അതിന് കൂടെ പോവുകയും 2007 ചെന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഇനിയൊരു ഓപ്പറേഷൻ കൂടി വേണമെന്ന് പറഞ്ഞു. 3 ഓപ്പറേഷൻ ചെറുപ്പത്തിൽ കഴിഞ്ഞു. 2007 4ാമതൊരു ഓപ്പറേഷൻ കൂടെ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷെ എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റുമെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. പിന്നെ ഈ വർഷം പോയപ്പോഴേക്കും പറഞ്ഞു അമ്മയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, ഒന്നും സംഭവിക്കല്ലേ, ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അമ്മച്ചി നേർന്ന് പ്രാർത്ഥിച്ചു. ചെന്നപ്പോഴേക്കും ഒരു കുഴപ്പവുമില്ല. ഇനി അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു വിട്ടു. ഇവിടെ വന്നപ്പോൾ തൈലാഭിഷേക പ്രാർത്ഥനയിൽ ചെവി എണ്ണ ഒഴിക്കുകയും ഈ സമയത്ത് ഈ കൊച്ച് തൈലാഭിഷേക പ്രാർത്ഥനയ്ക്ക് വന്നപ്പോ ആ ചെവിയിൽ ലേശ എണ്ണ ഒഴിച്ച് ശിരസിൽ കരങ്ങൾ വെച്ച് ആ തൈലാഭിഷേകം നടത്തിയ ആ ചേട്ടൻ പ്രാർത്ഥിച്ചു. അപ്പൊ എന്താണ്ടായത്? കേൾവിശക്തി എനിക്ക് പൂർണ്ണമായിട്ടും കിട്ടി. അപ്പൊ കേൾവിശക്തി ഉണ്ടായിരുന്നില്ലേ? ഇല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നാൾ ചെറുപ്പകാലം മതി സഹോദരന്റെ ഒരു ചെറിയ കേൾവിശക്തി ഉണ്ടായിരുന്നില്ല. ദൈവം അത്ഭുതകരമായി ആ കേൾവിശക്തി തിരിച്ചു കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. കാര്യങ്ങൾ അടിച്ചു ദൈവത്തെ ആരാധിക്കാം. കരബലത്താലുമല്ല എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. എൻ്റെ പേര് ജോസ്, നെല്ലുന്നടവയിൽ നിന്ന് വരുന്നതാണ്. തൃശ്ശൂർ ജില്ലയിലെ നെല്ലുന്നടവയിൽ 1.5 വർഷമായി എൻ്റെ കാലിൻ്റെ കണ്ണിയുടെ മുകളിൽ ഒരു ഉണ്ടായിരുന്നു. ഒരു വലിയ വ്രണം 1.5 വർഷമായി കാലിന്റെ മുട്ടിന്റെ മുകളിൽ വ്രണം അങ്ങനെ പഴുത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 17-ാം തീയതി ധ്യാനത്തിന് ഞാനും ഭാര്യയും കൂടി താമസിച്ചുള്ള ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ആരാധന സമയത്ത് സ്തുതിപ്പിൻ്റെ സമയത്തും എൻ്റെ കാലിൻ്റെ ഉള്ളിലൂടെ ഒരു തരിപ്പ് വരുന്നത് പോലെ എനിക്ക് തോന്നി. പിറ്റേന്ന് കാലത്ത് നോക്കുമ്പോൾ അവിടെ എല്ലാം കറുത്തി ഇരിക്കുന്നത് പോലെ. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഒരു പാട് മാത്രമേ കാലിലുള്ളൂ. ആ പാടാണ് ഇപ്പൊ കാണിച്ചു തരുന്നത്. കാര്യങ്ങൾ ഉയർത്തിയടിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.